ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രികയാണെങ്കിൽ തിരിച്ച് മുറിയിൽ വന്നിട്ട് പൊട്ടി പൊട്ടി കരയാണ്. കാരണം സാരിയിൽ തീ പിടിച്ചത് തന്നെ ഒരു ദുശകുനായിട്ടാണല്ലോ ഉണ്ടാകുന്നത്. അവളെ സംബന്ധിച്ചിട്ട് സിദ്ധാർത്ഥമായിട്ടുള്ള കല്യാണം രണ്ടാം തവണയാണ് മുടങ്ങുന്നത്. അത് പ്രത്യേകിച്ച് ഇത്രയും അധികം സ്നേഹിക്കുകയും അത്രയധികം വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനെ സംഭവിച്ചപ്പോൾ അവൾക്ക് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അതായത് സിദ്ധാർത്ഥിന് അവൾക്ക് ലഭിക്കേണ്ട ഭർത്താവല്ല എന്നൊരു അർത്ഥത്തിലാണ് ഈ കല്യാണം മുടങ്ങുന്നത് എന്നൊക്കെയാണ് അവൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അവളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരികൾ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, ചന്ദ്രിക കരയല്ലേ ചന്ദ്രിക, നമ്മൾ ആരും തന്നെ പ്രതീക്ഷിച്ചതല്ലല്ലോ, എന്തോ ഒരു നിമിത്തക്കേട് കൊണ്ട് അങ്ങനെ സംഭവിച്ചു, അത് നീ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അവർ ആശ്വസിപ്പിക്കുകയാണ്. പക്ഷെ അതിനൊന്നും മറുപടി പറയാതെ ചന്ദ്രിക കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ജാനകിയും ലക്ഷ്മിയൊക്കെ അത് നോക്കിയിട്ട് വിഷമത്തോടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരികൾ ലക്ഷ്മിയോട് പറയുന്നുണ്ട്, നോക്കമ്മ നമ്മൾ എന്തൊക്കെ പറയട്ടു, ചന്ദ്രിക അവരുടെ സങ്കടം മാറുന്നില്ല. അപ്പം ലക്ഷ്മി അവരോട് പറയാണ്, ശരി നിങ്ങൾ പുറത്തേക്ക് പോയിക്കോ, ചന്ദ്രികയെ ഞങ്ങൾ ആശ്വസിപ്പിച്ചോളാം. എന്നിട്ട് അവരൊക്കെ എഴുന്നേറ്റ് പുറത്തേക്ക് പോവാണ്. ലക്ഷ്മി അടുത്തിരുന്നിട്ട് ചന്ദ്രികയെ ആശ്വസിപ്പിക്കുകയാണ്. എന്തിനാ ചന്ദ്രിക നീ ഇങ്ങനെ കരയുന്നത്? ഇത് നമ്മളാരും വിചാരിച്ചിട്ട് സംഭവിച്ച കാര്യമല്ലല്ലോ, ഇതൊരു സാധാരണ അപകടം മാത്രമാണ്. അത് തന്നെ ചിന്തിച്ചിട്ട് നീ ദുഷ്ടകനാണെന്നൊക്കെ കരുതിയിട്ട് വെറുതെ കരയല്ലേ. അവൾ അതിനും മറുപടിയൊന്നും പറയുന്നില്ല. അവളുടെ സങ്കടം മാറുന്നില്ല, അത്ര തന്നെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതേസമയം മഹേഷ് ആണെങ്കിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ കല്യാണത്തിൻ്റെ ആ ഒരു പന്തൽ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് മേഘ പിന്നിൽ വന്നത്. മേഘ ആദ്യം സിദ്ധു എന്നാണ് വിളിക്കാൻ പോയതെങ്കിലും രണ്ടാമത് അവൾ മഹേഷ് എന്ന് വിളിക്കുകയാണ്. പെട്ടെന്ന് അങ്ങനെ വിളിച്ച കേട്ടപ്പോൾ അവനാണെങ്കിൽ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയും ചെയ്തു. പക്ഷെ അവൻ ചെറുതായിട്ടൊന്ന് ഷോക്കായിട്ടുണ്ടായിരുന്നു. അപ്പം മേഘ ചെറിയൊരു നിരസത്തോടെ പറയുന്നുണ്ട്, മഹേഷ് എന്താ മഹേഷ് ഇത്? പെട്ടെന്ന് തന്നെ ഞാൻ മഹേഷ് എന്നൊന്ന് വിളിച്ചപ്പോഴേക്കും നീ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത്? നിന്റെ പേര് മഹേഷ് എന്നല്ല, സിദ്ധു. അപ്പോൾ അവനും ചുറ്റിലും നോക്കിക്കൊണ്ട് മേഘയോട് പറയാണ്, അതെനിക്കറിയാം, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? ആരെങ്കിലും നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സംശയം വരും. അപ്പോൾ മേഘ പറയാണ്, സംശയമൊന്നും വരില്ല, കാരണം ഈ മേക്കപ്പിനകത്ത് നീ ശരിക്കും സിദ്ധാർത്ഥിനെ പോലെ തന്നെയുണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ള ഒരു പൂച്ചക്കുഞ്ഞിന് പോലും നീ സിദ്ധു അല്ല എന്നുള്ളത് മനസ്സിലാവില്ല. മേഘ അവളുടെ അതിശയം അടക്കാനാവാതെ പറയാണ്, ഈ മാസ്ക് നിനക്ക് നല്ല പെർഫെക്റ്റ് ആണ്. അപ്പോൾ സിദ്ധാർത്ഥായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ മഹേഷ്, അവനിങ്ങനെ വല്ലാതെ ഇറിറ്റേഷൻ ആവുന്നുണ്ടായിരുന്നു, മുഖത്തെ ചൊറിച്ചിലും ബുദ്ധിമുട്ടും ഒക്കെ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നിനക്കെന്താ പറയുന്നതിന്, വളരെ ഈസി ആയിട്ട് നീ പറഞ്ഞു കഴിഞ്ഞു. ഈ മാസ്ക് വെച്ചിട്ടുള്ള ബുദ്ധിമുട്ട് എനിക്ക് മാത്രമേ അറിയൂ. മുഖമൊക്കെ എത്രയോ സമയമായി ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് മാറ്റി വെക്കാനുള്ള സമയവുമായി. ഒന്നിത് അഴിച്ചിട്ട് അവൻ പറഞ്ഞതുപോലെ മുഖം വാഷ് ചെയ്തിട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും ആരെങ്കിലുമൊക്കെ വന്ന് വാതിലിന് തട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മേഘ പറയാണ്, ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് വരെ നീ കുറച്ച് ക്ഷമയോടെ നിൽക്ക്, അതിൻ്റെ ഇടയിൽ വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നീ സഹിച്ചേ പറ്റൂ. അതിനുശേഷം വിമൽ പറഞ്ഞതുപോലെ മാസ്ക് അഴിച്ചിട്ട് വാഷ് ചെയ്തതിന് ശേഷം അവൻ പറഞ്ഞ ക്രീം യൂസ് ചെയ്തിട്ട് വീണ്ടും ഉപയോഗിച്ചാൽ മതി. അവനാണെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ ചുറ്റിലും നോക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ഇതെങ്ങനെയാണ് എപ്പോഴാണ് ഒന്ന് കഴിയാമെന്നും അറിയില്ല ഈ കല്യാണം. അതിനിടയിൽ വേണ്ടാതെ ചന്ദ്രികയുടെ പുടവയിലാണെങ്കിൽ തീയും പിടിച്ചു, ഇല്ലാത്തൊരു പ്രശ്നം അങ്ങനെയും. അതോർത്തിട്ടൊന്നും നീ ടെൻഷൻ ആവണ്ട, കല്യാണമൊക്കെ നല്ല രീതിക്ക് തന്നെ നടക്കും. അല്ല, സിദ്ധുവിന് നമ്മളാണ് അവനെ തട്ടിക്കൊണ്ടു പോയത് എന്നുള്ള കാര്യം അറിയാമോ? സിദ്ധാർത്ഥിനെ തൻ്റെ അനുയായികളെ കൊണ്ട് കൊല്ലിപ്പിച്ച കാര്യമൊന്നും മഹേഷ് മേഘയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവനിങ്ങനെ ഒരു ഗൂഢമായിട്ട് ചിരിക്കുകയാണ്. എന്നിട്ട് മേഘയോട് പറയുന്നുണ്ട്, ഇല്ല അവനറിയില്ല, അവനറിയണ്ട. അവന് നീയാണ് ചന്ദ്രികയെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ആവേശത്തോടെ എവിടെ നിന്നെങ്കിലും വരും. അപ്പോൾ മഹേഷ് മനസ്സിൽ ചിന്തിക്കുകയാണ്, അവൻ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ അവൻ എവിടുന്നെങ്കിലും വരേണ്ടത്. അവൻ്റെ ജീവൻ തന്നെ അവസാനിപ്പിച്ച കാര്യം ഇവൾക്കറിയില്ലല്ലോ. അവൻ ഏതു നേരവും മുഖം ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം ആ ഒരു മാസ്ക് അവൻ അത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മേഘ ചോദിക്കുന്നുണ്ട്, എന്താ മഹേഷ് നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഏയ് ഇല്ല, ഒന്നുമില്ല. ചന്ദ്രികയെ കല്യാണം കഴിച്ചിട്ട് അതിനുശേഷം എന്താ നിൻ്റെ പ്ലാന്? സിദ്ധുവിൻ്റെ ഈ ഒരു മാസ്ക് നീ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാൻ പോവുകയാണോ? പിന്നെ വേറെന്താ ഒരു വഴിയുള്ളത്? എല്ലാവരും സിനിമയിലാണ് അഭിനയിക്കുക, ഞാൻ ജീവിതത്തിൽ തന്നെ ഇനി മുഴുവനായിട്ട് അഭിനയിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ മേഘ അവന് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്, ആഫ്റ്റർ ഓൾ മാരേജ് ഒരു കാരണം കൊണ്ടും നീ മഹേഷാണെന്നുള്ള കാര്യം ചന്ദ്രികയ്ക്ക് മനസ്സിലാവാൻ പാടില്ല. ജീവിതകാലം മുഴുവൻ നീ സിദ്ധു ആണെന്ന് കരുതി ചന്ദ്രിക നിൻ്റെ കൂടെ തന്നെ ജീവിക്കട്ടെ. ജീവിതകാലം മുഴുവൻ നീ ഒരു മാസ്ക് അണിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ മരണം വരെ സിദ്ധാർത്ഥ് അവളെക്കുറിച്ച് ചിന്തിച്ചിട്ട് സങ്കടപ്പെട്ട് ജീവിക്കട്ടെ. മേഘ സിദ്ധാർത്ഥിന് കൊടുക്കുന്ന പണിഷ്മെൻ്റ് ആയിട്ടാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മഹേഷ് ചിന്തിക്കുകയാണ്, മരിച്ചു പോയവൻ എന്ത് ചിന്തിച്ചിട്ട് വേദനിക്കാനാണ്, ഇവൾക്കിത് അറിയില്ലല്ലോ എന്ന്. കാരണം മേഘയോട് ഒരു കാരണവശാലും അവൻ സിദ്ധാർത്ഥിനെ കൊന്നത് പറയുന്നില്ല. മഹേഷിൻ്റെ മുഖത്ത് അത്രത്തോളം സന്തോഷമുണ്ടായിരുന്നു. അവൻ മേഘയോട് പറയാണ്, മേഘ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? എന്താ അത്? എന്തിനാ തിരക്ക് പിടിക്കുന്നത്? സർപ്രൈസ് എന്ന് വെച്ചാൽ കാത്തിരിക്കേ, എന്തായാലും നിന്നോട് വന്ന് പറയും.
സിദ്ധാർത്ഥിൻ്റെ കാര്യം പറയാനാണ് മഹേഷ് ഉദ്ദേശിക്കുന്നത്. അവൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, സിദ്ധുവിൻ്റെ കഥ കഴിഞ്ഞ കാര്യം കല്യാണം കഴിഞ്ഞതിന് ശേഷം മേഘയോട് പറയണം. മേഘ ചുറ്റിലും നോക്കിക്കൊണ്ട് പറയാണ്, ശരി ഞാൻ ഇവിടെ നിന്ന് പോവാണ്, നീ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നോളൂ. ശരി. അപ്പോൾ മഹേഷും ചുറ്റിലും നോക്കുന്നുണ്ട്, തങ്ങൾ സംസാരിച്ചത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അതേസമയം സിദ്ധാർത്ഥാണെങ്കിൽ ആ ഒരു കിണറിൻ്റെ അടിത്തട്ടിലിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഉപബോധ മനസ്സിൽ മലർ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ചതാണ് ഓർമ്മ വരുന്നത്. അച്ഛാ. അപ്പോൾ അവൻ അവളോട് ചോദിച്ചിട്ടുണ്ട്, മലർ മോളെന്നെ അച്ഛാന്നാണോ വിളിച്ചത്? ആ അച്ഛാ. ഇനി അച്ഛാന്നേ ഞാൻ സിദ്ധുവിനെ വിളിക്കുള്ളൂ. അച്ഛാ അച്ഛാ. ഇത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് സിദ്ധാർത്ഥിൻ്റെ കാതിൽ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് ശ്വാസം തിരിച്ച് കിട്ടിയിട്ട് പെട്ടെന്ന് ബോധത്തിലേക്ക് എണീക്കുകയാണ്. പിന്നീട് അവൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് നീന്തി നീന്തി മുകളിലേക്ക് വരുന്നുണ്ട്. അവൻ വന്നിട്ട് തല പൊന്തിച്ചു നോക്കുന്ന സമയത്ത് വലിയൊരു കിണറിനകത്താണ് അവൻ അകപ്പെട്ടിരിക്കുന്നതെന്ന് അവന് മനസ്സിലായി. ശ്വാസത്തിന് വേണ്ടി അവൻ വല്ലാതെ ബുദ്ധിമുട്ടുമാണ്. അങ്ങനെ ആഞ്ഞാഞ്ഞ് ശ്വാസം എടുത്തതിന് ശേഷം അവൻ നോക്കുന്ന സമയത്ത് ആ ഒരു കിണറിൻ്റെ സൈഡിലായിട്ട് ഒരു കയറിട്ടിട്ടുണ്ടായിരുന്നു. അവൻ എങ്ങനെയോ നീന്തിപ്പോയിട്ട് ആ കയറിൽ പിടിത്തിടുകയാണ്. സിദ്ധുവിനാണെങ്കിൽ തല പൊട്ടിപ്പൊളിയുന്ന വേദന ഉണ്ടായിരുന്നു. തലക്ക് തല്ലുകൊണ്ടതും അതിന് പുറമെ അവർ മുഖം ശ്വാസം മുട്ടിച്ചതും ഒക്കെ കൂടെ അവന് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ശ്വസിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ മേലോട്ടേക്ക് നോക്കുന്തോറും ആ ഒരു വലിയ കിണറായതുകൊണ്ട് തന്നെ നല്ല ഓക്സിജൻ കിട്ടുന്നൊരു അവസ്ഥയിലാണുള്ളത്. മാത്രമല്ല സൂര്യനാണെങ്കിൽ തൊട്ട് മുകളിലായിട്ടുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് സിദ്ധാർത്ഥ ആ കയറിൽ മുറുക്കെ പിടുത്തിടുവാണ്. കുറച്ചു സമയത്തിന് ശേഷം സിദ്ധാർത്ഥ കയറ് പിടിച്ചിട്ട് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. പക്ഷേ 2 ചുവട് മുന്നിലോട്ടേക്ക് വെച്ചതും വീണ്ടും അവൻ ആ കിണറ്റിലേക്ക് തന്നെ വീഴുകയാണ്. പിന്നീട് വീണ്ടും അവൻ നീന്തി വന്ന് ആ കയറിൽ പിടുത്തിട്ട് വീണ്ടും ശ്രമിക്കുന്നുണ്ട്. ഇത്തവണ കുറച്ചുകൂടി മുന്നോട്ടേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഏകദേശം പകുതി എത്തിയപ്പോഴേക്കും വീണ്ടും പഴയതുപോലെ തന്നെ കൈ കഴിഞ്ഞ് അവൻ താഴേക്ക് വീണ്ടും വീണു. എന്നിട്ടും സിദ്ധാർത്ഥ് തോൽവി സമ്മതിച്ചു കൊടുക്കുന്നില്ല. അവൻ കഷ്ടപ്പെട്ട് വീണ്ടും ഒന്നുകൂടി ആ കയറിനടുത്തെത്തി കഷ്ടപ്പെട്ട് ആ കയറ് പിടിച്ച് വീണ്ടും അവൻ അതേ സാഹസം തന്നെ തുടരുകയാണ്. അങ്ങനെ ഇത്തവണ സിദ്ധാർത്ഥ് വിജയിക്കുന്നുണ്ട്. അവന് കുറേ ശ്രമിച്ച് മെല്ലെ മെല്ലെ കഷ്ടപ്പെട്ട് ശ്വാസം എടുത്തിട്ട് മുകളിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ അവൻ ആ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് അവിടെ നിലത്ത് വീണ് കിടന്നിട്ട് ശ്വാസം എടുക്കുകയാണ്. മാത്രമല്ല അവൻ കിണറിൽ വീണപ്പോൾ കുടിച്ച ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു. അതൊക്കെ അവനിങ്ങനെ ഛർദ്ദിച്ച് കളയാൻ ശ്രമിക്കുകയാണ്. അവിടെ കിടന്നിട്ട് മുകളിലേക്ക് നോക്കിക്കൊണ്ട് സിദ്ധാർത്ഥ് ചിന്തിക്കുന്നത് ചന്ദ്രികയുടെ നെറ്റിയിൽ ആദ്യമായിട്ട് ചന്ദനം തൊട്ട് കൊടുത്തതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് അവൻ്റെ മനസ്സിൽ ആ സമയത്ത് കടന്നു വരുന്നത്. കല്യാണ മണ്ഡപത്തിൽ എല്ലാവരും എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ അവനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നെ തട്ടിക്കൊണ്ടുവന്ന് കൊല്ലാൻ മാത്രമുള്ള പക എന്നോട് ആർക്കാണ് ഉണ്ടാവുക? അതാരാണെന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അവനവിടെ കിടന്നുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്. ആദ്യം എങ്ങനെയെങ്കിലും ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എൻ്റെ ജീവൻ ആപത്താണ്. മുഖത്തേക്കടിക്കുന്ന സൂര്യൻ്റെ വെളിച്ചം സിദ്ധാർത്ഥിനെ കൊണ്ട് താങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ കൈവച്ചിട്ട് മുഖം മറക്കുകയാണ്. അതിനുശേഷം മെല്ലെ അവൻ എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് ചുറ്റിലും നോക്കുകയാണ് ആരെങ്കിലും തന്നെ കാണുന്നുണ്ടോ എന്ന്. ഇല്ല, ആരും തന്നെ ചുറ്റുവട്ടത്തൊന്നും ഇല്ലയെന്ന് മനസ്സിലാക്കിയപ്പോൾ എങ്ങനെയോ കഷ്ടപ്പെട്ട് അവൻ എഴുന്നേറ്റിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഉള്ള ആ ഒരു എനർജിയൊക്കെ വെച്ചിട്ട് സിദ്ധാർത്ഥ് അവിടെ നിന്ന് ഓടുന്നുണ്ട്. പക്ഷെ അതൊരു വലിയ കാടായിരുന്നു. ഓടി ഓടി സിദ്ധാർത്ഥ് എത്തുന്നത് അവനെ അടച്ചിട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഗോഡൗണിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവൻ്റെ ആ ഒരു തട്ടിക്കൊണ്ട് പോയതിൽ ഒരു ഗുണ്ട അവിടെ നിന്നിട്ട് ആരോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അയാൾ പുറംതിരിഞ്ഞാണ് നിൽക്കുന്നത്. പക്ഷേ സിദ്ധുവിനെ അയാളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അവൻ ചിന്തിക്കുന്നുണ്ട്, ഇവൻ്റെ കണ്ണിൽ പെടാൻ പാടില്ല, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. മറ്റേ ഭാഗത്തേക്ക് കൂടി ഓടാമെന്ന് പറഞ്ഞിട്ട് സിദ്ധു വേറൊരു ഭാഗത്തു കൂടി അവൻ കാണാതെ ഓടുവാണ്. അതേസമയം ചന്ദ്രികയെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ നിൽക്കുകയാണ് ലക്ഷ്മിയും ജാനകിയും. അപ്പോൾ അവൾ സങ്കടത്തോടെ അമ്മയോട് പറയുന്നുണ്ട്, ഗുരുക്കൾ വേറെ മുഹൂർത്തത്തിനുള്ള പുടവ ധരിച്ചിട്ട് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി മാറ്റിയെടുക്കാൻ എൻ്റെ കയ്യിൽ വേറെ മുഹൂർത്ത പുടവയോ പുതിയ പുടവയോ ഒന്നും തന്നെ ഇല്ല അമ്മ. അതോർത്തിട്ട് അവൾ കരയാണ്. വേറെ പുടവ ഇല്ലെന്നാണോ? എന്താ ചന്ദ്രിക നീ പറയുന്നത്? അപ്പോൾ ജാനകി ആശ്വസിപ്പിക്കുന്നുണ്ട്. വേണ്ട ചേച്ചി, ഏട്ടത്തി, അതൊന്നും പറയാൻ നിൽക്കണ്ട. ഏട്ടനോട് പറഞ്ഞിട്ട് ഏതെങ്കിലും അടുത്തുള്ള കടയിൽ നിന്ന് ഒരു പുതിയ മുഹൂർത്ത പുടവ വാങ്ങിയിട്ട് വരാൻ പറയൂ. അപ്പോൾ ചന്ദ്രിക കരഞ്ഞുകൊണ്ട് പറയാണ്, അച്ഛൻ പോയിട്ട് മുഹൂർത്ത പുടവ വേറെ വാങ്ങിയിട്ട് വരുമ്പോഴേക്കും മുഹൂർത്തം കഴിഞ്ഞു പോവുമമ്മ. ഇല്ല ചന്ദ്രിക, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. മുഹൂർത്തത്തിന് ഇനിയും ഒരുപാട് സമയമുണ്ടെന്ന് ഗുരുക്കൾ പറഞ്ഞിട്ടുണ്ട്. അത് ഓർത്തിട്ട് നീ വെറുതെ ടെൻഷൻ ആവേണ്ട. അപ്പോൾ ജാനകി പറയാണ്, പുടവ മാത്രമല്ലേ ചന്ദ്രിക കത്തിയിട്ടുള്ളൂ? നിന്റെ ശരീരത്തിൽ എവിടെയും മുറിവ് പറ്റിയിട്ടില്ലല്ലോ? ഇല്ല അമ്മായി, തീ കെടുത്താൻ ശ്രമിച്ച സമയത്ത് എൻ്റെ ഉള്ളം കയ്യിൽ ചെറുതായിട്ട് പൊള്ളലേറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടപ്പോൾ ജാനകി ലക്ഷ്മി ആകെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും വന്നിട്ട് ചന്ദ്രികയുടെ കൈ എടുത്ത് കയ്യിൽ വെച്ച് നോക്കുകയാണ്. അയ്യോ, ഇതെന്താ സംഭവിച്ചിരിക്കുന്നത്? ഇത്രയധികം തീ പൊള്ളലേറ്റ് നീ എന്താ ആരോട് പറയാതിരുന്ന ചന്ദ്രിക എന്നൊക്കെ ചോദിക്കുകയാണ്. നിൽക്ക്, ഞാൻ പോയി മരുന്നെടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ലക്ഷ്മി പോവുകയാണ്. അപ്പോൾ ജാനകി വന്നിട്ട് ചന്ദ്രികയുടെ കൈകളെടുത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നന്നായിട്ട് പൊള്ളലേറ്റിട്ടുണ്ടല്ലോ, നിനക്ക് വേദനിക്കുന്നുണ്ടോ ചന്ദ്രിക? ഇല്ല അമ്മായി, ചെറുതായിട്ട് നീറുന്നേ ഉള്ളൂ. പക്ഷേ രാവിലെ മുതൽ എനിക്ക് എന്തൊക്കെയോ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് വല്ലാതെ പേടിയാവുന്നത്. അല്ല, നീ എന്താ ചന്ദ്രിക പറയുന്നത്? വേറെ എന്താ സംഭവിച്ചത്? ജാനകി ചോദിക്കുകയാണ്.
ഞാൻ മണ്ഡപത്തിലേക്ക് കയറാൻ വേണ്ടി വന്ന സമയത്ത് സ്റ്റെപ്പിൽ തട്ടിയിട്ട് ഞാൻ കാല് തട്ടിയിട്ട് വീഴാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അമ്മായി. അപ്പോൾ ജാനകി പറയാണ്, അയ്യോ എന്നിട്ട് മോളെന്താ ആരോടും പറയാതിരുന്നത്? ശ്രദ്ധിച്ച് നടക്കണ്ടായിരുന്നോ? ഇല്ല അമ്മായി, ഞാൻ ശ്രദ്ധയോടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എന്തോ എനിക്ക് ചുറ്റിലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എന്തോ ദൈവം ഈ കല്യാണം നടക്കരുതെന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെയോ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് ചിന്തിക്കുമ്പോഴാണ് എനിക്ക് ആലോചിക്കും തോറും ടെൻഷനാവുന്നത്. ഒരുപക്ഷെ ദൈവത്തിന് ഈ കല്യാണത്തിൽ തൃപ്തി ഉണ്ടാവില്ലായിരിക്കും അമ്മായി. അങ്ങനെയൊന്നും പറയല്ലേ ചന്ദ്രിക. ദൈവം നമ്മളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഇന്ന ആൾക്ക് ഇന്ന ആളാണെന്ന് ദൈവം തന്നെ തീരുമാനിക്കും ചന്ദ്രിക. അത് നമ്മൾ മനുഷ്യന്മാരെ കൊണ്ട് മാറ്റാൻ സാധിക്കില്ല മോളെ. അപ്പോഴേക്കും ലക്ഷ്മിയും മലരും വന്നിട്ടുണ്ടായിരുന്നു. മരുന്നെടുത്തിട്ടാണ് ലക്ഷ്മി വന്നിട്ടുള്ളത്. മലരാണെങ്കിൽ അമ്മയുടെ കൈ പിടിച്ചിട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അമ്മ, അമ്മക്ക് കൈ പൊള്ളയിലേറ്റിട്ട് വേദനിക്കുന്നുണ്ടോ അമ്മ? മോള് കരയണ്ട, അമ്മയ്ക്ക് ഒന്നുമില്ലടാ, ചെറിയ മുറിവാണ്, അത് പെട്ടെന്ന് തന്നെ മാറിക്കോളും. അപ്പോഴേക്കും ലക്ഷ്മി ചന്ദ്രികയോട് കൈ നീട്ടി കൊടുക്കാൻ പറയാണ്, മരുന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് തേച്ച് കൊടുക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് ലക്ഷ്മി പറയുന്നുണ്ട്, ചന്ദ്രികയുടെ കൈ എത്രത്തോളം പൊള്ളലിട്ടിട്ടുണ്ടെന്ന് നോക്ക് ജാനകി. എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ചന്ദ്രിക ആ തീ കണ്ടിട്ട് അത് അണയ്ക്കാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ ഇതിനേക്കാളും വലിയ ആപത്ത് സംഭവിക്കുമായിരുന്നു. അങ്ങനെയൊന്നും സംഭവിക്കാത്തതിന് സന്തോഷമായിട്ടിരിക്കേട്ടത്തി. അപ്പോൾ ലക്ഷ്മി കരഞ്ഞുകൊണ്ട് പറയാണ്, താലി കെട്ടാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു. ദൈവം എന്തിനാ നമ്മളിങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏട്ടത്തി. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ണേറ് തന്നെയാണ് ഏട്ടത്തി. മേഘ ഒരു ഭാഗത്ത് ഈ കല്യാണം നടക്കരുത് എന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ മഹേഷ് ആണെങ്കിലും ഈ കല്യാണം നടക്കാൻ വേണ്ടി അനുവദിക്കുന്നില്ല. അതൊക്കെ മറികടന്ന് ഈ കല്യാണം നടത്തുമല്ലേ. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഏട്ടത്തി. നമ്മൾക്ക് ദൈവത്തിന് മേൽ ഭരമേൽപ്പിച്ച് ഈ കല്യാണം നടത്താം. ഈ കല്യാണം നിർത്താൻ ആരെക്കൊണ്ടും സാധിക്കില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് രണ്ടുപേർക്കും ദൃഷ്ടിപൂജ നടത്തണം. ഇവർക്ക് ചുറ്റിലും ഉണ്ടായിരിക്കുന്ന എല്ലാ കണ്ണീറുകളും അതോടെ പൊയ്ക്കോളും. വല്ലാതെ വേദനിക്കുന്നുണ്ടോ മോളെ? ഇല്ല അമ്മ, ചെറുതായിട്ട് നീറുന്നേ ഉള്ളൂ. ചന്ദ്രിക അവരെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ അതേസമയം സിദ്ധാർത്ഥാണെങ്കിൽ അവിടെ നിന്ന് ഓടിയിട്ട് പുറത്തെത്തിയിട്ടുണ്ടായിരുന്നില്ല. അവൻ വല്ലാതെ കിതക്കുകയാണ്. ഓടിയിട്ട് അവനൊരു സ്ഥലത്ത് എത്തിയ സമയത്ത് അവിടെ നിന്ന് കിതപ്പ് മാറ്റാൻ നിന്നതാണ്. ആ സമയത്ത് ആ ഗുണ്ടകളിൽ ഒരുത്തൻ അവിടെ നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനിങ്ങനെ നോക്കുന്ന സമയത്ത് ഒരാളെ കാണാണ് അതിലൂടെ ഓടുന്നത്. സിദ്ധാർത്ഥാണെങ്കിൽ അവനെ കണ്ടിട്ട് ഭയന്നിട്ടാണ് ഓടുന്നത്. അപ്പോൾ അയാൾ ചിന്തിക്കുന്നുണ്ട്, ആരാണ് അതിലെ കൂടി ഓടുന്നത്? പക്ഷേ സിദ്ധു ഒന്നും പറയാതെ വേഗം അവൻ്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അയാൾ ചിന്തിക്കുന്നുണ്ട്, കാണുമ്പോൾ സിദ്ധാർത്ഥിനെ പോലെ ഉണ്ടല്ലോ. സിദ്ധു കിണറ്റിൽ വീണിട്ട് മരിച്ചു പോയെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഇവൻ കിണറ്റിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്നാണല്ലോ തോന്നുന്നത്. അയ്യോ, ഇവൻ രക്ഷപ്പെട്ടു പോകുന്ന കാര്യം ഇപ്പോൾ ഏട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ നമ്മളെ കൊല്ലുമല്ലോ എന്നൊക്കെ അവനിങ്ങനെ ടെൻഷനോടെ ചിന്തിക്കുകയാണ്. മഹേന്ദ്രനും ബാസുവും ഒരു ഭാഗത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. മഹേന്ദ്രൻ ആകെ വിഷമത്തിലാണുള്ളത്. അപ്പോൾ ബാസു ആശ്വസിപ്പിക്കുന്നുണ്ട്, അളിയാ നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചന്ദ്രികയുടെ പുടവയിൽ തീ ചെറുതായിട്ട് പിടിച്ചു. ഭാഗ്യത്തിന് ചന്ദ്രിക തന്നെ അത് കണ്ടതുകൊണ്ട് ജീവൻ ആപത്തൊന്നും സംഭവിക്കാത്ത രീതിയിൽ രക്ഷപ്പെടാൻ സാധിച്ചു. ഇല്ലായിരുന്നെങ്കിൽ അവൾക്ക് ഇതിനേക്കാളും വലിയ ആപത്തെന്തെങ്കിലും സംഭവിക്കുമായിരുന്നു അളിയാ. അപ്പോൾ മഹേന്ദ്രൻ അതിനുള്ള മറുപടിയല്ല കൊടുക്കുന്നത്. അയാൾ പറയുന്നുണ്ട്, ചന്ദ്രികയുടെയും സിദ്ധുവിൻ്റെയും കല്യാണം എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ തവണ സിദ്ധാർത്ഥ് ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടാൻ ശ്രമിച്ചപ്പോൾ മേഘ വന്ന് പ്രശ്നമുണ്ടാക്കി അവസാനിപ്പിച്ചു. ഇത്തവണയാണെങ്കിൽ കല്യാണത്തിന് താലി കെട്ടാൻ പോകുന്ന സമയം നോക്കി ഇങ്ങനെയൊരു പ്രശ്നം സംഭവിച്ചു. അത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വല്ലാത്ത ടെൻഷനും സങ്കടവും ആവുന്നത്. നമുക്ക് തന്നെ ഇത് ഇത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചന്ദ്രികയ്ക്ക് ഇത് അത്രത്തോളം ഉണ്ടാവും. അളിയൻ പറഞ്ഞത് ശരി തന്നെയാണ്. ഓരോ പ്രാവശ്യവും അവരുടെ കല്യാണത്തിന് ഓരോരോ പ്രശ്നങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ അവളെ സമാധാനിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. വല്ലാത്ത വിഷമാവുകയാണ്. അപ്പോഴേക്കും ലക്ഷ്മി വന്നിട്ട് മഹേന്ദ്രനോട് പറയുന്നുണ്ട്, ഏട്ടാ ചന്ദ്രികയുടെ മുഹൂർത്തപ്പുടവ കത്തി നശിച്ചത് കാരണം ഗുരുക്കൾ വേറെ മുഹൂർത്തപ്പുടവ ഉടുത്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പോയിട്ട് ഏതെങ്കിലും അടുത്തുള്ള ഒരു കടയിൽ നിന്നും അവൾക്ക് പറ്റിയൊരു മുഹൂർത്തപ്പുടവ വാങ്ങിയിട്ട് വരാമോ? ശരി ലക്ഷ്മി, ഞാൻ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാം. എത്രയും പെട്ടെന്ന് പോയിട്ട് വാങ്ങിയിട്ട് വരൂ. മുഹൂർത്ത നേരം അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ശരി. അയാൾ പോവാൻ ശ്രമിച്ചപ്പോൾ വാസു പറയുന്നുണ്ട്, സിദ്ധാർത്ഥിൻ്റെ ഡ്രസ്സിലും ഒരുപക്ഷെ തീ തട്ടിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവനും പുതിയ ഡ്രസ്സ് എടുത്തിട്ട് വന്നോളൂ അളിയാ. അത് വാസു പറഞ്ഞത് ശരി തന്നെയാണ് ഏട്ടാ. പെണ്ണിന് പുതിയ പുടവ വാങ്ങിക്കുമ്പോൾ ചെക്കനും വാങ്ങിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ സിദ്ധുവിനും കൂടി പുതിയ മുണ്ടും ജുബയും വാങ്ങിയിട്ട് വന്നോളൂ. ശരി ലക്ഷ്മി. അളിയാ വേണമെങ്കിൽ ഞാനും വരാം. വേണ്ട അളിയാ, അളിയൻ ഇവിടെ നിന്നാൽ മതി. എല്ലാവരെയും ആശ്വസിപ്പിക്കാൻ നിങ്ങളെങ്കിലും ഇവിടെ വേണം. എന്നിട്ട് അയാൾ പോകാൻ നോക്കുമ്പോൾ ലക്ഷ്മിയോട് പറയുന്നുണ്ട്, ലക്ഷ്മി ചന്ദ്രികയെ സമാധാനിപ്പിക്കണം. ഞാൻ അവളെ സമാധാനിപ്പിച്ചോളാം. നിങ്ങൾ പോയിട്ട് എത്രയും പെട്ടെന്ന് വരാൻ നോക്ക്. ഞാനൊരു അരമണിക്കൂർ കൊണ്ട് വരാം എന്നും പറഞ്ഞിട്ട് അയാൾ ഓടിപ്പോവാണ്.
സിദ്ധുവിനെ കണ്ട ഗുണ്ടയില്ലാത്ത മറ്റു രണ്ടുപേരും ചേർന്ന് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മറ്റവൻ ഓടി വരുന്നുണ്ട്. ഏട്ടാ ഏട്ടാ എന്താടാ ഇങ്ങനെ ശ്വാസം കിട്ടാത്ത പോലെ ഓടുന്നത്? ഏട്ടാ സിദ്ധു ഇനിയും ചത്തിട്ടില്ല. അവൻ കിണറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോവാണ്. അവൻ പറഞ്ഞു തീർന്നതും മറ്റുള്ള രണ്ടുപേരും പൊട്ടിച്ചിരിക്കുകയാണ്. എന്ത് വിടുത്താടാ നീ പറയുന്നത്? ചത്തുപോയവൻ എങ്ങനെയാടാ ജീവനോടെ എണീറ്റ് ഓടുക? മറ്റവൻ നിന്ന് കിതക്കുകയാണ്. എടാ ഇന്നലെ അടിച്ചതിൻ്റെ കിറുക്ക് മാറിയില്ലേ നിനക്ക്? ഏട്ടാ ഞാൻ സത്യമാണ് പറയുന്നത്. സിദ്ധാർത്ഥ് കിണറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുവാണ്. ഡാ നിന്നോട് മലയാളത്തിലാണ് പറഞ്ഞത്, ഒന്ന് പോവാൻ നോക്ക്. മറ്റൊരു ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഏട്ടാ ഞാൻ പറഞ്ഞത് വിശ്വാസമായിട്ടില്ല, നിങ്ങൾ തന്നെ വന്നൊന്ന് നോക്ക്. അവൻ കാട്ടിനുള്ളിൽ കൂടി ഓടുന്നത് ഞാൻ കണ്ടതാണ്. എന്തൊക്കെയാണ് ഇവൻ ഈ പറയുന്നത്? അയാൾ ചോദിക്കുകയാണ്. അപ്പം മറ്റവൻ പറയുന്നുണ്ട്, ഏട്ടാ എന്തായാലും നമുക്കൊന്ന് പോയിട്ട് നോക്കാം. ശരി വാ എന്നും പറഞ്ഞിട്ട് അവർ എല്ലാവരും കൂടെ പോയി നോക്കാൻ വേണ്ടി പോവാണ്. അതേസമയം മഹേഷ് ആണെങ്കിൽ ബാത്റൂമിൽ കയറിയിട്ട് മാസ്ക് അഴിച്ചിട്ട് മുഖത്ത് അയാൾ പറഞ്ഞതുപോലെ ഇളം ചൂടുവെള്ളം വെച്ച് വാഷ് ചെയ്യുകയും അതിനുശേഷം അയാൾ കൊടുത്ത ആ ഒരു ക്രീമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ്റെ മുഖമാണെങ്കിൽ വല്ലാതെ ചൊറിയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഇട്ടിട്ട് എങ്ങനെയാണ് നിൽക്കുകയെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ മുഖം ചൊറിഞ്ഞുകൊണ്ടാണ് ആ ഒരു ക്രീമൊക്കെ യൂസ് ചെയ്യുന്നത്. അവനത് സമയം കഴിഞ്ഞതനുസരിച്ചിട്ട് മുഖത്ത് നീറ്റൽ അനുഭവപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അവനിങ്ങനെ മുഖത്തത് വാഷ് ചെയ്തിട്ട് ആ സമയത്ത് മാസ്ക് കഴിച്ചു വെച്ചത് കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് റൂമിന് പുറത്തായിട്ട് ആരോ വാതിലിന് തട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. മഹേഷ് ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് പോയിട്ട് എങ്ങനെയാണ് വാതിൽ തുറക്കാമെന്ന് അറിയില്ലല്ലോ. ദൈവം ഇതാരായിരിക്കും വാതിൽ തട്ടുന്നത് എന്ന് ചിന്തിച്ചിട്ട് അവനിങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.